പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാസ്റ്റിൻ്റെ ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ നായർ കാസ്റ്റാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന കാസ്റ്റ് ആവണമെന്നോ ഇന്ന കമ്മ്യൂണിറ്റി ആവണമെന്ന് പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏതായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്ന ആളായിരിക്കുന്നത് മാത്രം. തീർച്ചയായും. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് നവീനെ കാണാനാണ്. നവീനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നമുക്കിന്ന് അവരുടെ വീട് പരിസരമൊക്കെ കാണാം. നവീൻ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പ്രസവ സമയത്ത് തല ഒന്ന് കുടുങ്ങിപ്പോയി പ്രസവിക്കുമ്പോൾ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കാഴ്ചേൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന് പിന്നെ നടത്തത്തിലൊരു ബാലൻസ് കുറവ് പോലത്തെ ഒരു വിഷയമാണ്. ആൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ആളെ കണ്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇതാണ് വഴി, ഇങ്ങനെയാണ് വീട്. ഓക്കെ, ഈ വരുന്നതാണ് നവീൻ കേട്ടോ. ചെറിയൊരു ബാലൻസിൻ്റെ ഒരു വിഷയമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് നവീനെ വിശേഷമോ? സുഖം. ഇത് നവീൻ്റെ അമ്മയാണ്. അമ്മ എന്തൊക്കെയാണ് വിശേഷമോ? സന്തോഷം, സുഖം. അപ്പോൾ നവീനെ ആ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു, പ്രസവ സമയത്ത് തലയൊന്ന് കുടുങ്ങിപ്പോയതാണ് അല്ലേ? അപ്പോൾ എനിക്കിപ്പോൾ എന്താ ശരിക്കും ബുദ്ധിമുട്ടുള്ളത്? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പറയത്തക്കതില്ല താനും, എന്നാലും ചെറിയൊരു കാഴ്ചേൻ്റെ ആണ്. അതായത് ദൂരത്തേക്കുള്ള ഒരു കാഴ്ച കുറവുണ്ട്, പിന്നെ ചെറിയൊരു ബാലൻസ് കുറവുണ്ട് നടക്കുമ്പോൾ. അതല്ലാതെ വേറെ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു, അതായത് നമുക്ക് ഈ തല കുടുങ്ങി പോകുമ്പോൾ ഞരമ്പ് ക്ഷതം പറ്റിയപ്പം മൊത്തത്തിലുള്ള ഒരു ചെറിയൊരു ഇത് വന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ, പക്ഷേ ബുദ്ധിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. അതാണ്. പിന്നെ ചെറുതായിട്ട് പിന്നെ തനിച്ച് വേറെ ദൂരത്തേക്കൊന്നും പോകാൻ കഴിയില്ല എന്നുള്ളതൊരു തന്നെയാണ്. അവനൊരാൾ വേണം. അപ്പം ഒരൊറ്റ മോനാണുള്ളത്. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് 14 വർഷമായി. ഞാനും മോനും, എനിക്കൊരു ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. ഞാൻ ആധാർ എഴുത്താണ് കോഴിക്കോട്. പിന്നെ എൻ്റെ ബ്രദറും ആധാർ എഴുത്തായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ മോനും ഇപ്പോൾ ഒരു ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ തൽക്കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. PSCൻ്റെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കഴിഞ്ഞ എൻ്റെ മുന്നത്തെ തവണ അത് പോയി. ഇനിയിപ്പോൾ 2-3 എക്സാം എഴുതാനുണ്ട്, ഒക്കെ ഉണ്ട്, എഴുതാനിരിക്കുന്നുണ്ട്. ഒരെണ്ണം ഉള്ളത് അത് തള്ളി പോവുകയും ചെയ്തു. അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയുള്ള 2-3 പേര് ഇതേപോലെ തന്നെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ജോലിക്ക് കയറി. നമ്മളെ ഒരു സമയമായിട്ടുണ്ടാവില്ലായിരിക്കും. എന്തായാലും ഇനി ഒരു 2-3 എക്സാം എഴുതാനുണ്ട്. അതിൻ്റെ കൺഫർമേഷൻ ഒക്കെ കൊടുത്തിരിക്കുക. പിന്നെ അതും ഇപ്പം ജോലി എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഭാഗ്യം മാതിരിയാണ്. ഇപ്പം എനിക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അവനെ ബുദ്ധിമുട്ടുകളും അവൻ്റെ ഇതുകളും മനസ്സിലാക്കിയിട്ട് ഒരു പെൺകുട്ടി വരിക എന്നുള്ളതാണ്. കാരണം വരുന്ന കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മളെ വീട്ടിലുണ്ടാവുന്നില്ല. കാരണം ഞാനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പം അവൻ്റെ എന്താണായാലും ചെറുതായാലും ഉള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടൊരു കുട്ടി, പെൺകുട്ടി നല്ലൊരു കുടുംബത്തിൽ നിന്ന്, ഞങ്ങൾക്ക് സ്വത്തോ പൈസയോ സ്വർണ്ണമോ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് അവൻ്റെ മോൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവനൊരു നല്ല, എൻ്റെ മോനായതുകൊണ്ട് പറയല്ല, അവന് നല്ലൊരു പയ്യനാണ്. നല്ല മനസ്സും നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം നമുക്കിപ്പോൾ ഒന്നും നമ്മളെ മക്കളെ കൊണ്ട് വേറൊരു കുടുംബത്തിനോട് നമുക്കില്ലാത്തത് പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും നല്ലൊരു കുട്ടി. അവൻ തന്നെ പറയും, അമ്മ നമുക്കൊരു പെൺകുട്ടീനെ, എനിക്കൊരു പെൺകുട്ടീനെ കിട്ടിയാൽ ആ കുട്ടി ഭയങ്കര ഭാഗ്യവതിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ കാരണം നമുക്ക് നമ്മളൊരു കുടുംബ പശ്ചാത്തലമായാലും ഒക്കെ തന്നെ. അപ്പം എനിക്ക് 2 ആങ്ങളമാർ, അവർ ഭാര്യമാർ, കുട്ടികളൊക്കെ നല്ല നിലയിൽ കല്യാണം കഴിഞ്ഞൊക്കെ പോയ കുട്ടികൾ. അപ്പം നമ്മൾ നല്ലൊരു കുടുംബമാണ്. എനിക്ക് മാത്രമേ മോനൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരിത് വരുന്നുള്ളൂ. അപ്പം ഇത് കുട്ടി മുന്നോട്ട് വന്ന് അവനത് സ്വീകരിക്കാൻ തയ്യാറായാലും നമ്മൾ പൊന്നുപോലെ ആ കുട്ടീനെ നോക്കിക്കോളും. നവീൻ എത്ര വയസ്സായി? 32. പിന്നെ വേറെന്തൊക്കെ വിശേഷം? ഇവിടെ എവിടെയാ ജോലി ചെയ്യുന്നത്? തിരുവങ്ങൂര്. ദിവസം പോയി വരിക? ബസ്സിന് പോവുക? നവീന് വണ്ടി ഓടിക്കൂലല്ലോ? സംസാരിക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട് അല്ലേ? ക്ലാരിറ്റി കുറവ് ചിലപ്പം തോന്നും നമുക്ക്, പക്ഷേ ചിലപ്പോൾ ഉണ്ടാവില്ല. എന്തായാലും ആ നെർവിൻ്റെ ഒരു ആയതുകൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റി കുറവ്. അമ്മ, നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? നമുക്കൊരു 28 വരെ അല്ലേ? 29 ആയാലും കുഴപ്പമില്ല. കാരണം ഇനിയിപ്പോൾ സെയിം ഏജ് ആയാലും കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, നമ്മൾ അങ്ങനത്തെ യാതൊരു നിബന്ധനകളും പ്രായത്തിൻ്റെ കാര്യത്തിലും ഒന്നും അങ്ങനെ വെച്ചുകൂടാ. ഓൻ പറയൂ, അമ്മ എൻ്റെ പ്രായമായാലും എന്നെക്കാട്ട് ഒരു വയസ്സ് കൂടുതൽ എനിക്ക് കുഴപ്പമില്ല. എന്താ നവീൻ എഴുതാനും വായിക്കാനൊക്കെ ചെയ്യലില്ലേ? കുഴപ്പമില്ല. എഴുതണം, കാണാനല്ലേ? പൈസേൻ്റെ കണക്കൊക്കെ അറിഞ്ഞൂടെ? കണക്ക് അത്യാവശ്യം. പൈസേൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. ഒക്കെ
കടയിലൊക്കെ പോയി അതിൻ്റെ കടയിലൊക്കെ അവിടെയൊക്കെ പോകുന്നായിരുന്നു. സാധനമൊക്കെ അതിൻ്റെ പൈസ കൊടുക്കലും വാങ്ങലും ഒക്കെ അറിയാമല്ലോ അല്ലേ? പിന്നെ ഈ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ സാധാ സ്കൂളിൽ തന്നെയല്ലേ പഠിച്ചേ? സാധാ സ്കൂളായിരുന്നു. പിന്നീട് ഈ കാഴ്ചേൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ കാഴ്ച കുറവുള്ള റിമാനിയയിലായിരുന്നു കുറച്ചു കാലം. പിന്നെ അവിടുന്ന് ഒരു 5 വർഷത്തോളം അവിടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവന് ബ്രെയിൻലി ശരിയാവൂല. ഈ ന്യൂറോ ആണ് അതിന് വേണ്ടത്. ടച്ചാണല്ലോ ബ്രെയിലി എന്ന് പറയുന്നത്. അപ്പൊ അതവന് എത്ര ഒരു ഇതായില്ല. പക്ഷെ പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അവന് ഇതേപോലെ ഓരോരോ ഈ വർക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആവും. പിന്നെ വയലിനിസ്റ്റ് ആണ്, ചെണ്ട കാര്യം അങ്ങനത്തെ സംഗീതം. ഇപ്പൊ കമ്പി പൊട്ടിക്കിടക്കുക ആണോ? ഇപ്പൊ ഒന്ന് കേൾക്കാനുള്ള വഴിയില്ല അല്ലേ? കമ്പി പൊട്ടിക്കിടക്കുക. അത് ശരി. പിന്നെ എത്ര വരെയാണ് നബി പഠിച്ചേ? +2 പാസ് സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും അല്ലേ? പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങള് കാസ്റ്റിന്റെ ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ നായർ കാസ്റ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന കാസ്റ്റ് ആവണമെന്നോ ഇന്ന കമ്മ്യൂണിറ്റി ആവണമെന്ന് പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏതായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്ന ആളായിരിക്കുന്നത് മാത്രം. തീർച്ചയായും. അമ്മ, നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ഇല്ല, ദൂരമൊന്നും പ്രശ്നമില്ല. അത് നമുക്ക് നമ്മളെ മനസ്സിലാക്കിയിട്ട് കുട്ടികൾ ഇങ്ങോട്ട് വരിക. നമ്മളത് ഞാൻ പറഞ്ഞില്ലേ, പൊന്നു പോലെ നോക്കിക്കോളും. ഏത് ജില്ലയായാലും എവിടെ നിന്നായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതെ. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആലോചന നമ്മൾ സ്വീകരിക്കുമോ? ബുദ്ധിമുട്ട് മീൻസ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെൻ്റലി ശരിയായിരിക്കണം. പിന്നെ കാഴ്ചയും നമ്മളതാണല്ലോ, അതിനതാണല്ലോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഡിവോഴ്സ് ആയ കേസിലൊക്കെ ആയാലും ബാധ്യതകളൊന്നും ഇല്ലാത്ത, പിന്നെ അതായത് കൊണ്ടുപോയ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ വന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് കാലമൊക്കെ താമസിച്ചിട്ട്. അങ്ങനെയുള്ള കുട്ടികളായാലൊന്നും നമുക്ക് പ്രശ്നമില്ല. അതെ. ഇത് നിങ്ങളെ പിന്നെ സ്വന്തം വീട് കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ? ഇപ്പോൾ ഇവിടെ കുറേ ആയോ വീട് വെച്ചിട്ട്? പ്രോപ്പർ എൻ്റെ അമ്മേൻ്റെ ഒക്കെ തറവാട് കോഴിക്കോടാണ്. പക്ഷെ ഇപ്പൊ പിന്നീട് പണ്ട് അച്ഛൻ ഒറ്റ സ്ഥലം വാങ്ങിച്ചിട്ട് ഈ വീട് എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഉണ്ടാക്കിയതാണ് വീട്. പിന്നെ ബാക്കിലുള്ള തറവാട് ഞങ്ങളേതാണ്, അതിന്റെ പിറകിലൊക്കെയുള്ള സ്ഥലമൊക്കെ. അതെ, സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നവീൻ ഒറ്റ മോനുമാണ്. വേറെ ഇവയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സുഖമായിട്ട് ഇവിടെ കഴിയുക. പിന്നെ നവീൻ ഈ പറഞ്ഞ പോലെ ജോലി അല്ലേ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതും ഇല്ല. നല്ലൊരു പയ്യനാണ്. അപ്പോൾ മനസ്സിലാക്കി വരുന്ന ഒരാളാവും. നവീൻ എങ്ങനെയുള്ള പെൺകുട്ടീനെയാണ് വേണ്ട? നവീൻ്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ പോയമ്മളൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരു കുട്ടി അയക്കണം. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ വലിയ കോൺസെപ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആയിക്കോട്ടെ, നവീനെ മനസ്സിലാക്കി നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ അല്ലേ അമ്മ? വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? തീർച്ചയായും. പണ്ടുള്ളവർ വരും മരിച്ചാൽ കണ്ണടയാന്ന് പറയുന്നത്. നമ്മളെ മക്കളെ മോനൊരു നല്ലൊരു കുട്ടീനെ കിട്ടി അവനൊരു സന്തോഷമായി ജീവിച്ചാലേ നമുക്ക് എന്താ പറയുക, വേറെ ആരും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഉണ്ട്, ബ്രദറും മക്കളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ അവരുടേതായ ജീവിത ചുറ്റുപാടും കാര്യമൊക്കെ ആയിട്ട് നിൽക്കുന്നതല്ലേ. ഒരാൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം തീർച്ചയായും. അപ്പോൾ നല്ല പോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാവട്ടെ. എത്രയും പെട്ടെന്ന് നവീൻ്റെ കല്യാണം റെഡിയാവട്ടെ. അതിനുള്ളൊരു വഴിയാക്കി തരട്ടെ. തീർച്ചയായും. അപ്പോൾ ഫ്രണ്ട്സ്, നവീനും അമ്മയും പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത്രയേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ട്ണർ മുമ്പോട്ട് വരട്ടെ. പിന്നെ നവീൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെയേ ഉള്ളൂ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. നടക്കുന്നതിനല്ലേ, നടന്ന കാര്യങ്ങളൊന്നും എത്ര ദൂരം നടക്കുന്നതെന്ന് വിഷയമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ. ഒരു ബാലൻസിൻ്റെ പ്രശ്നമാണ്. ചില സമയത്തൊരു ബാലൻസിൻ്റെ ഒരു വിഷയം ഉണ്ടാവും. അപ്പോൾ ഒരു അല്ലേ, ജസ്റ്റ് ഒരു സപ്പോർട്ട്, ഒരു കൈത്താങ് ചില സമയത്തൊന്നും ആവശ്യം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊന്നും അവനറിയില്ല. പിന്നെ ദൂരക്കാഴ്ചേൻ്റെ ചെറിയൊരു വിഷയമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണെങ്കിലും എവിടെ ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ജാതി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്ന് ഇവർ പറഞ്ഞല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പെൺകുട്ടി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യട്ടോ. ഓക്കെ.